വലിയ ജോലി ചെയ്യുന്നവർ, ചെറിയ ജോലി ചെയ്യുന്നവർ, ഡെലിവറി ബോയ്സ് ആൻഡ് ഗേൾസ്, ഹെൽപ്പേഴ്സ്, ഓഫീസ് സ്റ്റാഫ്സ് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് അവരുടെ പുതിയ ലേബർ ലോസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും കാലം ഒരു കമ്പനിയിൽ 5 വർഷം ജോലി ചെയ്താൽ മാത്രമേ ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുതിയ ലേബർ കോഡ്സ് പ്രകാരം ചില തൊഴിലാളികൾക്ക് 1 വർഷം മാത്രം ജോലി ചെയ്താൽ ഗ്രാറ്റുവിറ്റി ലഭിക്കും. കൂടാതെ ഒരു കമ്പനിയിൽ 8 മണിക്കൂറിനെക്കാട്ടിലും കൂടുതൽ ഒരാൾ ജോലി ചെയ്താൽ കമ്പനി എന്തായാലും OT അവർക്ക് കൊടുത്തിരിക്കണം. ഡെലിവറി ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാവർക്കും ഇനി PF, ഇൻഷുറൻസ് കൂടാതെ ബേസിക് പേ കൂടെ വരും. സോ നമ്മുടെ രാജ്യത്ത് വന്ന പുതിയ ലേബർ ലോസ് എന്തൊക്കെയാണെന്ന് അറിയാൻ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണും. ഹായ്, മൈ നെയിം ഇസ് അക്ഷര. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബാസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നവംബർ 21 നമ്മുടെ കേന്ദ്ര സർക്കാർ പതിറ്റാണ്ടുകളായി നിലവിലുള്ള 29 ലേബർ ലോസ് ഒഴിവാക്കി അതിനു പകരം 4 ലേബർ കോഡ്സ് കൊണ്ടുവന്നു. കോഡ് ഓൺ വേജസ് 2019, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, സോഷ്യൽ സെക്യൂരിറ്റി കോഡ് 2020, ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. പഴയ 29 നിയമങ്ങളും 1930 മുതൽ 1950 വരെ ഉണ്ടാക്കിയതിനാൽ ഇന്നത്തെ തൊഴിൽ ലോകത്ത് ഇതൊന്നും അനുയോജ്യമല്ല എന്ന് കണ്ടെത്തിയതിലൂടെയാണ് ഇങ്ങനെയുള്ള പുതിയ 4 ലേബർ കോഡുകൾ കൊണ്ടുവന്നത്. ഇതിലൂടെ വന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇനി നിർബന്ധം. ചെറിയ ചെറിയ ജോലികൾക്ക് പണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കാറില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരാള് 10,000 രൂപയ്ക്ക് പ്രിന്റിംഗ് ഷോപ്പിൽ ജോലി തുടങ്ങി, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇല്ല. ഒരാൾ 12,000 രൂപയ്ക്ക് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇല്ല. പക്ഷെ ഇപ്പം കോഡ് ഓൺ വേജസ് 2019 പ്രകാരം ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിർബന്ധമാണ്. അതിപ്പോൾ ചെറിയ ഷോപ്പായാലും റെസ്റ്റോറൻറ്റ് ആയാലും ഷോറൂം ആയാലും എല്ലായിടത്തും ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആക്കിയത്? നമ്പർ 1, നമുക്ക് ജോലി ഉണ്ട് എന്നതിൻ്റെ തെളിവ്. നമ്പർ 2, നമ്മുടെ സാലറിയുടെ തെളിവ്. നമ്പർ 3, നിയമപരമായ സംരക്ഷണത്തിന്. നമ്പർ 2, യൂണിവേഴ്സൽ മിനിമം വേജസ്. പണ്ട് ചില ഏരിയകളിൽ മാത്രമാണ് മിനിമം വേജസ് നോക്കിയിരുന്നത്. ഉദാഹരണത്തിന് ഒരു അൺസ്കിൽഡ് വർക്കറിന് 783 രൂപ ഒരു ദിവസം കൊടുക്കണം എന്നായിരുന്നു നിബന്ധന. പക്ഷെ ഇപ്പോൾ ഏത് ജോലിയായാലും ഏത് സ്ഥാപനത്തിലായാലും മിനിമം വേജസ് ഒരു ജോലിക്കാരന് ലഭിക്കണം. ഫോർ എക്സാമ്പിൾ, 2 പേര് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ബേക്കറിയിലോ അതോ മൊബൈൽ റിപ്പയർ ഷോപ്പിലൊക്കെ ഉണ്ടാവുന്ന ഹെൽപ്പേഴ്സിനോ പോലും മിനിമം വേജ് കിട്ടിയിരിക്കണം. കുറഞ്ഞ ശമ്പളം നൽകുന്നത് ഇനി മുതൽ നിയമലംഘനമാണ്. അടുത്ത മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 3, സാലറി ഓൺ ടൈം. മുൻപ് ശമ്പളം എപ്പോൾ നൽകണം എന്നതിനുള്ള ഒരു കർശന നിയമം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മന്ത്ലി വേജസ്, അതായത് മാസം നമുക്ക് ലഭിക്കുന്ന സാലറി അടുത്ത മാസത്തിന്റെ 7-ാം തീയതിയുടെ മുൻപായി നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. വീക്ക്ലി പേയ്മെന്റ് കിട്ടുന്നവർക്കാണെങ്കിൽ ആ വീക്കിന്റെ ലാസ്റ്റിൽ എന്തായാലും കൊടുത്തിരിക്കണം. ഡെയിലി പേയ്മെന്റ് കിട്ടുന്നവർക്ക് ആ ഡേ തന്നെ ഉറപ്പായിട്ടും കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, IT കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൃത്യം 7-ാം തീയതിക്ക് ഉള്ളിലായി സാലറി കൊടുത്തിരിക്കണം. നമ്പർ 4, വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഓവർ ടൈം. ഒരു ദിവസം 9 to 12 മണിക്കൂർ വരെയാണ് ഒരാൾക്ക് ഇനി വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് 48 മണിക്കൂർ ഒരാഴ്ചയിൽ. അധിക സമയം, അതായത് ഓവർ ടൈം എടുക്കുകയാണെങ്കിൽ ആ ആൾക്ക് ഡബിൾ പേയ്മെന്റും കൊടുത്തിരിക്കണം. നമ്പർ 5, സെക്യൂരിറ്റി ഫോർ ഓൾ. PF ആൻഡ് ESIC അഥവാ ഇൻഷുറൻസ് ഒക്കെ ചില സ്ഥാപനങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലൊന്നും സോഷ്യൽ വർക്കേഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഏറ്റവും വലിയ മാറ്റമാണ് സോഷ്യൽ സെക്യൂരിറ്റി രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അഗ്രിഗേറ്റഡ് കമ്പനീസ് 1 മുതൽ 2% വരെയുള്ള അവരുടെ ടേൺ ഓവർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുടെ വെൽഫെയറിന് വേണ്ടി നൽകണം. റാപ്പിഡോ ഡ്രൈവറിന് ഇന്ത്യയിലെ എല്ലായിടത്തും ബെനിഫിറ്റ്സ് ഉണ്ട്. കൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഡെലിവറി അസോസിയേറ്റ്സിന് ഹോസ്പിറ്റലൈസേഷൻ, ആക്സിഡന്റ് ബെനിഫിറ്റ്സ്, കൂടാതെ സ്ത്രീകൾക്ക് മെറ്റർണിറ്റി ബെനിഫിറ്റ്സും ഇനി മുതൽ ലഭിക്കും. സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി ബോയ് ഓർ ഗേൾ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ESIC അഥവാ ഇൻഷുറൻസ്, മെഡിക്കൽ കവറേജും ലഭിക്കുന്നതാണ്. ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് നൗ ഗിവ്സ് യു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. സെക്ഷൻ 80C, 80D പ്രകാരം നിങ്ങൾക്ക് ഒരു വർഷം 54,600 രൂപ വരെ ടാക്സിൽ നിന്നും സേവ് ചെയ്യാം. മാസത്തിൽ വെറും 578 രൂപ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് 1 കോടി രൂപ ലൈഫ് കവർ ലഭിക്കുന്നു. കമ്പനിക്ക് 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ളതിനാൽ നിങ്ങളുടെ ഭാവി ഇനി സുരക്ഷിതമാണ്. കൂടാതെ 64 ക്രിട്ടിക്കൽ ഇൽനെസിനുള്ള കവറേജ് ലഭിക്കുമെന്നും ക്ലെയിം ചെയ്യുന്ന സമയത്ത് 3 മണിക്കൂറിനുള്ളിൽ സെറ്റിൽമെന്റ് നടക്കുമെന്നും കമ്പനിയുടെ വാഗ്ദാനമാണ്. ഇതിന്റെ കൂടെ ആദ്യ വർഷത്തെ പ്രീമിയത്തിൽ 15% വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നു. ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ഈ വീഡിയോ പൂർണ്ണമായും വിദ്യാഭ്യാസത്തിനും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന ലേബർ കോഡ് അപ്ഡേറ്റ്സ് ഔദ്യോഗിക നിയമോപദേശമല്ല.
വീഡിയോ തയ്യാറാക്കിയ സമയത്ത് ലഭ്യമായ പൊതുവായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരണം. ലേബർ നിയമങ്ങൾ സമയാനുസരണം മാറാൻ സാധ്യതയുള്ളതിനാൽ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് സർക്കാർ ഔദ്യോഗിക സൈറ്റുകൾ പരിശോധിക്കുകയോ ഒരു യോഗ്യനായ നിയമവിദഗ്ധനെ സമീപിക്കുകയോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത ഏതെങ്കിലും പ്രവൃത്തികൾക്കോ തീരുമാനങ്ങൾക്കോ ഞങ്ങൾ ഉത്തരവാദികളാകില്ല. നമ്പർ 6, 40 വയസ്സ് കഴിഞ്ഞ എല്ലാ തൊഴിലാളികൾക്കും സൗജന്യ വാർഷിക മെഡിക്കൽ ചെക്കപ്പ്. മുൻപ് ഇത് നിർബന്ധമല്ലായിരുന്നു. ഉദാഹരണത്തിന് കെമിക്കൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന 45 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് നിർബന്ധമായിട്ടും വർഷത്തിലൊരിക്കൽ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് നിർബന്ധമാണ്. നമ്പർ 7, സ്ത്രീകൾക്ക് നൈറ്റ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ പേ. മുൻപ് പല മേഖലകളിലും സ്ത്രീകൾക്ക് നൈറ്റ് ഷിഫ്റ്റ് നിരോധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് അനുവദനീയമാണ്. പക്ഷേ അവർക്കുള്ള സുരക്ഷ, CCTV, ട്രാൻസ്പോർട്ട്, സെക്യൂരിറ്റി എല്ലാം നിർബന്ധമാണ്. കൂടാതെ ഈക്വൽ പേ നിയമവും കർശനമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു BPO അനലിസ്റ്റ് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഷിഫ്റ്റ് എങ്കിൽ അവർക്കുള്ള കംപ്ലീറ്റ് സുരക്ഷയും കമ്പനി ഉറപ്പാക്കേണ്ടതാണ്. നമ്പർ 8, ഫിക്സ്ഡ് ടേം എംപ്ലോയീസ് അഥവാ FTE. ഏറ്റവും വലിയ ആനുകൂല്യം കിട്ടിയത് ഈ ഒരു വിഭാഗത്തിലാണ്. ഇവർ കോൺട്രാക്ട് ബേസ്ഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. 6 മാസം, 1 വർഷം, 2 വർഷം എന്നിങ്ങനെ ഒരു ഫിക്സ്ഡ് ടൈമിൽ മാത്രമേ ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി നൽകുന്ന പല ആനുകൂല്യങ്ങളും ഈ വിഭാഗക്കാർക്ക് കിട്ടാറില്ല. പക്ഷെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അങ്ങനെയല്ല. സ്ഥിര ജീവനക്കാരെ പോലെ എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കും ലഭിക്കും. അതായത് പെയ്ഡ് ലീവ്, Provident Fund, ESIC, ബോണസ്, മെറ്റേണിറ്റി, പാറ്റേണിറ്റി ലീവ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്. ഏറ്റവും വലിയ മാറ്റം, കോൺട്രാക്ട് ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 1 വർഷത്തിന് മുകളിൽ ജോലി ചെയ്താൽ ഗ്രാറ്റുവിറ്റി ലഭിക്കും. 5 വർഷം ഒരു കമ്പനിയിൽ നിൽക്കുന്ന പെർമനന്റ് സ്റ്റാഫിന് മാത്രമേ ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന 1 വർഷത്തിലധികം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കും എന്നാണ് പുതിയ നിയമം. പെർമനന്റ് എംപ്ലോയീസിന് ഇപ്പോഴും 5 വർഷം എന്ന് തന്നെയാണ് നിയമം വരുന്നത്. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ വരുന്നത്, നിങ്ങൾക്ക് മരണം അല്ലെങ്കിൽ വൈകല്യം ഇങ്ങനെയുള്ള കാരണങ്ങളാൽ എത്ര വർഷത്തിനുള്ളിൽ വേണമെങ്കിലും ഗ്രാറ്റുവിറ്റി ലഭിക്കാവുന്നതാണ്. നമ്പർ 9, ബേസിക് പേയിൽ വരുന്ന മാറ്റങ്ങൾ. 10 ലക്ഷം രൂപ CTC ഉള്ള ഒരാളുടെ ഉദാഹരണമാണ് നമ്മൾ എടുക്കുന്നത്. മുൻപ് ബേസിക് പേ 3.5 lakh rupees PF വരുന്നത് 42,000 rupees ആയിരുന്നു പെർ ഇയർ. പക്ഷേ പുതിയ കോഡിൽ വരുന്നത് ബേസിക് പേ 5 lakhs PFന് വേണ്ടി 60,000 rupees പെർ ഇയർ കൊടുക്കണം എന്നാണ്. എന്തുകൊണ്ട്? കാരണം ബേസിക് പേ CTCയുടെ 50% ആകണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. 2015 19% സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് ഉണ്ടായിരുന്ന ഇന്ത്യ 2025 ആയപ്പോഴേക്കും 64% മാറിക്കഴിഞ്ഞു. പുതിയ ലേബർ കോഡ്സ് തൊഴിലാളികളെ സംരക്ഷിക്കാനും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും രാജ്യത്തെ തൊഴിൽ സംവിധാനത്തെ അഡ്വാൻസ്ഡ് ആക്കാനുമുള്ള ഒരു വലിയ പടിയാണ്. ഈ മാറ്റങ്ങൾ ഡെലിവറി അസോസിയേറ്റ്സ് മുതൽ IT പ്രൊഫഷണൽസിനെ വരെ നേരിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ അവകാശങ്ങൾ അറിയുന്നത് നിങ്ങളുടെ കരിയറിനെയും സാമ്പത്തിക ഭാവിയെയും സംരക്ഷിക്കും. സോ ഇതുപോലെ രാജ്യത്ത് നടക്കുന്ന അപ്ഡേറ്റ്സിനെ പറ്റി അറിയാൻ ഇപ്പോൾ തന്നെ ബോസ് വാല മലയാളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ് വാല, ബി ദ ബോസ്.